ഭീകരതയ്ക്കെതിരെ പുതിയ നയവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. ഭീകരവാദത്തോട് സന്ധിയില്ലാ പോരാട്ടം പ്രഖ്യാപിച്ചുകൊണ്ട് പുതിയ പദ്ധതിയായ പ്രഹാർ കേന്ദ്ര സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഭീകരവാദ കൃത്യങ്ങൾക്ക് കൂട്ടുനിൽക്കുന്നവർക്ക് പണവും ആയുധവും താവളങ്ങളും ലഭിക്കുന്നത് തടയുക എന്നത് പ്രഹറിന്റെ ലക്ഷ്യമാണെന്ന് ആഭ്യന്തര മന്ത്രാലയം വ്യക്തമാക്കുന്നു. പ്രിവെൻഷൻ: ഭീകരാക്രമണങ്ങളിൽ നിന്ന് ഇന്ത്യൻ പൗരന്മാരെയും അവരുടെ താൽപ്പര്യങ്ങളെയും പ്രതിരോധിച്ചു നിർത്തുക. റെസ്പോൺസസ്: ഭീകരവാദ ഭീഷണികൾക്ക് ഉചിതമായതും വേഗമേറിയതുമായ പ്രതികരണം. അഗ്രഗേറ്റിംഗ്: സർക്കാരിൻ്റെ സമ്പൂർണ്ണ ഇടപെടലിലൂടെ ആഭ്യന്തരമായ പ്രതിരോധ ശേഷി ശക്തിപ്പെടുത്തുക. ഹ്യൂമൻ റൈറ്റ്സ്: ഭീഷണികൾക്ക് തടയിടുന്നതിന് നിലനിൽക്കുന്ന നിയമ സംവിധാനത്തെ അടിസ്ഥാനപ്പെടുത്തി മനുഷ്യാവകാശങ്ങൾ ഉറപ്പാക്കിക്കൊണ്ട് സമീപനം. അറ്റ്യൂനേറ്റിംഗ്: ഭീകരവാദത്തിന് വഴിയൊഴുക്കുന്ന സാഹചര്യങ്ങളെ ദുർബലപ്പെടുത്തി ഇല്ലാതാക്കുക. അലൈനിങ് ആൻഡ് ഷേപ്പിംഗ്: ഭീകരവാദത്തെ ചെറുക്കുന്നതിനായുള്ള അന്താരാഷ്ട്ര ശ്രമങ്ങൾക്കൊപ്പം ചേർന്ന് നിൽക്കുക. റിക്കവറി ആൻഡ് റെസിലൻസ്: സമൂഹത്തെ ആകെ ഉൾക്കൊണ്ടുകൊണ്ട് പ്രതിരോധ വീണ്ടെടുക്കൽ നടപടികൾ സ്വീകരിക്കുക എന്നതാണ് പ്രഹാറിൻ്റെ പൂർണ്ണരൂപം. ഇതാണ് പ്രഹാറിൻ്റെ പൂർണ്ണരൂപം. ഭീകരവാദത്തെ ഏതെങ്കിലും പ്രത്യേക മതവിഭാഗമായോ വംശീയ വിഭാഗമായോ ദേശീയ വിഭാഗമായോ സംസ്കാരവുമായോ ഇന്ത്യ ബന്ധിപ്പിച്ചിട്ടില്ലെന്ന് നയം പറഞ്ഞു വെക്കുന്നുണ്ട്. കര, ആകാശ, സമുദ്ര മേഖലകളിൽ ഇന്ത്യ ഭീഷണി നേരിടുന്നു എന്ന് നയം വ്യക്തമാക്കുന്നുണ്ട്. അൽ-ഖ്വയ്ദ, ഇസ്ലാമിക് സ്റ്റേറ്റ് പോലുള്ള ആഗോള ഭീകരണ സംഘടനകൾ സ്ലീപ്പർ സെല്ലുമായി വഴി ഇന്ത്യയെ ആക്രമിക്കാൻ ശ്രമിക്കുന്നു എന്ന് ഇന്ത്യയുടെ ആദ്യത്തെ ഭീകരവിരുദ്ധ നയത്തിൽ വ്യക്തമാക്കുന്നു. സൈബർ ആക്രമണങ്ങൾ ഉൾപ്പെടെ ആധുനിക സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഭീകരാക്രമണങ്ങളെ തടയുന്നതിന് കൂടി ലക്ഷ്യമിട്ടുകൊണ്ടാണ് പുതിയ നിയമം സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. മേഖലയിലെ ചില രാജ്യങ്ങൾ ഭീകരവാദം രാഷ്ട്രീയ നയത്തിന്റെ ഭാഗമായി സ്വീകരിക്കുന്നുണ്ടെന്ന് നയം വ്യക്തമായി പറയുമ്പോൾ അത് പാകിസ്ഥാനെക്കുറിച്ചുള്ളതാണെന്ന് വ്യക്തം. ന്യൂനപക്ഷ സംഘടനകളുടെ വിദേശ ഫണ്ട് നിയന്ത്രിക്കുക എന്ന അജണ്ട ഉൾപ്പെടെ പ്രഹാറിന് പിന്നിൽ ഒളിഞ്ഞിരിക്കുന്നതായി നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അനേകം ഭീകര നിയമങ്ങൾ രാജ്യത്ത് നിലവിൽ ഉണ്ടായിട്ടുണ്ട്. ഭീകരതയ്ക്കെതിരെ സന്ധിയില്ലാ പോരാട്ടം പ്രഖ്യാപിച്ച ഭരണകൂടമാണ് ഇന്ത്യയെ ഭരിക്കുന്ന മോദി സർക്കാർ. പക്ഷേ എന്നിട്ടും പുൽവാമയും പെഹൽഗാമും ചെങ്കോട്ടയും രാജ്യത്ത് ആവർത്തിക്കപ്പെട്ടതിൻ്റെ രാഷ്ട്രീയം എന്താണ്? ഭീകര നിയമങ്ങൾ വഴി മുസ്ലിം ചെറുപ്പക്കാരെ ജയിലഴിക്കുള്ളിലാക്കുകയും അവരുടെ യൗവനം കവർന്നെടുക്കുകയും ചെയ്യുന്ന ഒട്ടനേകം സംഭവങ്ങൾക്ക് രാജ്യം ഇതിനോടകം സാക്ഷിയായിട്ടുണ്ട്. എന്നിട്ടും രാജ്യത്തെ ഭീകരാക്രമണങ്ങളിൽ നിന്നും രാജ്യത്തെ മോചിപ്പിക്കാൻ ഭരണകൂടത്തിന് സാധിക്കുന്നില്ല.